വയനാട്ടിൽ മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം രാധ എന്ന സ്ത്രീ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഒരു സങ്കീർണമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. അത് പരിഹരിക്കാനുള്ള കടുവയെ പിടികൂടാനുള്ള വലിയ സജീവമായ ശ്രമം ആ ഭാഗത്ത് പ്രദേശത്ത് നടക്കുകയാണ്. ഇന്ന് ഉന്നതതല യോഗം നടക്കുകയാണ് കൽപ്പറ്റയിൽ. വനമന്ത്രി എ കെ ശശീന്ദ്രൻ നേരിട്ട് പങ്കെടുക്കുന്ന യോഗം. യോഗത്തിൽ പൊതുവിൽ പ്രത്യേകിച്ച് ഈ പ്രത്യേക വിഷയത്തിലും അതോടൊപ്പം തന്നെ പൊതുവിൽ വയനാട്ടിൽ വന്യജീവി ആക്രമണം അല്ലെങ്കിൽ മനുഷ്യ വന്യജീവി ആക്രമണങ്ങൾ കോൺഫ്ലിക്റ്റ് വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പൊതുവിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും മറ്റും വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അടിയന്തര യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മറ്റുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ ശ്രമങ്ങൾ ഈ സംഭവം ഉടൻ തന്നെ നടത്തിയിരുന്നു. പെട്ടെന്ന് തന്നെ ഉത്തരവിറങ്ങാനും കടുവയെ വെടിവെച്ച് കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിൽ കടക്കാനുമുള്ള ഒരു ശ്രമങ്ങൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കാനും മറ്റുമായത് ആ ഘട്ടത്തിൽ നാം പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് തന്നെ സർക്കാർ തല മന്ത്രിതല യോഗങ്ങൾ നടത്തുകയും ആശയവിനിമയം നടത്തുകയും മറ്റുമുണ്ടായി. മന്ത്രി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. മിനിസ്റ്റർ, ഇപ്പം ഈ പ്രത്യേക വിഷയം ആ മേഖലയിൽ ഏതെല്ലാം വിധത്തിലുള്ളൊരു ക്രമീകരണങ്ങളാണ് ആദ്യം മുതൽ നടത്തിയത്? ഇപ്പോൾ അത് ഒരു അന്തിമഘട്ടത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഈ തികച്ചും ദൗർഭാഗ്യകരമായൊരു വാർത്തയാണ് ഇന്നലെ രാവിലെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. മാനന്തവാടിക്കടുത്തുള്ള പഞ്ചാരക്കൊല്ലിയിൽ ഒരു ആദിവാസി സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊന്നതായിട്ടുള്ള വിവരമാണത്. തണ്ടർ ബോൾട്ടിൻ്റെ നേതൃത്വത്തിൽ വനത്തിനകത്ത് നടക്കുന്ന പട്രോളിങ്ങിനിടയിലാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഉടനെ തന്നെ അവരെ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ വനംവകുപ്പ് തന്നെയാണ് മുൻകൈയെടുത്തത്. പക്ഷേ പൂർണ്ണമായും ജീവൻ രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണല്ലോ, മരിച്ച നിലയിൽ തന്നെയാണല്ലോ കണ്ടെത്തിയത്. അപ്പോൾ നിയമ നടപടികളിലേക്കാണ് പോകേണ്ടത്. ആ നിയമ നടപടികൾ കുറ്റമറ്റ വിധത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവരാരംഭിച്ചു. അപ്പോൾ ഒരു വശത്ത് ഒരു സംഭവം ഉണ്ടായാൽ അതിനുമായി ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങളിൽ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ യുവതിയെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്ന് കരുതുന്ന ആ കടുവയെ പിടികൂടേണ്ടതുണ്ട്. ജനങ്ങൾ സ്വാഭാവികമായും ഈ സംഭവത്തിൽ വളരെ അസ്വസ്ഥരായിരുന്നു. അതിന് കാരണം ഈ സംഭവം മാത്രമല്ല, നമ്മുടെ വയനാട് ജില്ലയിലും അയൽ ജില്ലകളിലും തുടരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങളും അത് സംബന്ധിച്ചുണ്ടായിരുന്ന ധാരണ സംഭവങ്ങളും ഉള്ള പശ്ചാത്തലത്തിൽ ജനങ്ങൾ സ്വാഭാവികമായും അവർക്ക് അമർഷവും പ്രതിഷേധവും സങ്കടവും ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആവശ്യങ്ങളിലൊന്ന് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നായിരുന്നു. അതിന് ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വനംവകുപ്പിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ആ സമയം ആകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ആവശ്യമുള്ളത് മയക്കുവെടിയാണെങ്കിൽ അത്, വെടിവെച്ച് കൊല്ലലാണെങ്കിൽ എന്ത്, ഏതാണ് ആ സ്ഥലത്തിൻ്റെ ഇപ്പോൾ പ്രായോഗികമായി പ്രശ്നമുള്ളത്, എന്താണ് ചെയ്യാൻ കഴിയുക, അത് ചെയ്യാനുള്ള പൂർണ്ണ അധികാരം നൽകിക്കൊണ്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. അവിടെയൊന്നും ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല. എന്നാൽ ആ കാര്യത്തിലൊന്നും ജനങ്ങൾ സംതൃപ്തരായിരുന്നില്ല. അവർ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ ജില്ലയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയുണ്ട്. അത് എക്സായാലും വയ്യാലും അദ്ദേഹം ഗവൺമെൻറ്റിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്തെത്തി. അദ്ദേഹം ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു വെടിവെക്കാനുള്ള ഉത്തരവ് പെട്ടെന്ന് തന്നെ ലഭിക്കണം എന്ന കാര്യം. അത് ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി.
ഇവിടെ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒട്ടും വൈകാതെ തന്നെ ആ ഉത്തരവുകൾ, ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. പിന്നീട് വേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങളുടെ ഒരു ആവശ്യം അതാണ്. ഈ പ്രത്യേക കേസിൽ മാത്രമല്ല, വനമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ദാരുണാനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അത് അവിടത്തേക്ക് വരുമ്പോഴാണ് ഇത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കേണ്ട ഒരു പരിപാടിയാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അടിയന്തരമായുള്ള താൽക്കാലിക പരിഹാര നടപടികൾ. താൽക്കാലിക പരിഹാര നടപടികളുടെ ഇനത്തിൽ പെടുന്നതാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തൽ. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അതാത് സ്ഥലത്ത് ആവശ്യമായ സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ നേരത്തെ എടുത്ത അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടോ തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശാസ്ത്രീയമായ പരിപാടികൾ ആവശ്യമാണ്, പൊതുവെ ഒരു തീരുമാനം ആവശ്യമാണ്. അപ്പോൾ ശാസ്ത്രീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ഇവിടെ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ, നടപ്പിലാക്കുന്നതിൽ പാലിച്ചു പറ്റിയിട്ടുണ്ടോ, അല്ല ഇനി പ്രത്യേകമായി ഈ പ്രദേശത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഈ 3 പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക. ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാനാണ് ഇവിടെ ഇന്ന് സംസ്ഥാന തലത്തിലുള്ള വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, എന്ന് പറഞ്ഞാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർ. അദ്ദേഹത്തോടൊപ്പം തന്നെ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, അദ്ദേഹമാണ് ഡോക്ടർ പുകഴന്തി. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഡോക്ടർ എന്താണ് അയാളുടെ പേര്, മറ്റൊരു PCCF ഉണ്ട്. അങ്ങനെ ഈ 3 പ്രമുഖ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ വരുന്നത്. ഒപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതികൾ, കളക്ടർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. പോലീസ് സംവിധാനത്തിൻ്റെ ആൾ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഇങ്ങനെ വിളിക്കാൻ, കാരണം അവർക്ക് തുറന്നു പറയാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഉള്ള അങ്ങനെയൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം. ആ പരിപാടി എങ്ങനെയാണ്, എന്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഇപ്പോൾ അത് ഒരു ആലോചന നടത്തിയിട്ട് അത് ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്നതിന് ഗവൺമെൻറ്റിന് വിരോധമൊന്നുമില്ല. പക്ഷേ അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകാൻ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ബഹുമാനപ്പെട്ട OR കേളു ഇവിടെയുണ്ട്. പിന്നെന്താണ് വേണ്ടത്? വനം വകുപ്പ് മന്ത്രിയുടെ ഒരു പൊതുവായ നിർദ്ദേശവും പൊതുവായ തീരുമാനങ്ങളും ആണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ വനം വകുപ്പ് എടുക്കേണ്ട തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി മറ്റു കാര്യങ്ങൾ, തുടർ നടപടികൾ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ, കാരണം അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്, ഇവിടുത്തെ ഒരു MLA മാത്രമല്ല. ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ്. ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോഴത്തെ ഒരു ചർച്ചയിൽ കൂടുതൽ പുതുതായ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നു, കാര്യങ്ങൾ ഉയർന്നു വരുന്നു. തീർച്ചയായും നമുക്കത് ഇന്നത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹമായി സംസാരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ്. മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ കുറേ കാലമായി മരണം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ 6 മാസവും 1 കൊല്ലവും ഒക്കെ കാത്തിരുന്ന സ്ഥലത്ത് ഇന്ന് 2-3 ദിവസത്തിനകം അത് കൊടുക്കുന്നൊരു നിലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷേ ഈ മാറ്റങ്ങൾ മാത്രം പോരാ, ഇനിയും ഒരു കാതലായ കുറേയേറെ മാറ്റങ്ങൾ വേണം. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ്. വനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം, കേന്ദ്ര വനസംരക്ഷണ നിയമം, കേരള വനസംരക്ഷണ നിയമം തുടങ്ങി നിരവധി സംരക്ഷണ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് ആ നിയമങ്ങളിൽ പലതും പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ കേരള നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കി അയച്ചു കൊടുക്കുകയും നേരിൽ കണ്ട് നിവേദനം നടത്തുകയും ചെയ്തെങ്കിലും അതിനോടൊന്നും ന്യായമായ ഒരു പ്രതികരണമല്ല, ഒരു ക്രിയാത്മകമായ പ്രതികരണമല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത്
നിയമ ഭേദഗതിക്കായി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ സമ്മർദ്ദം ചെലുത്തുക, നിലവിലുള്ള നിയമത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് പരമാവധി സഹായം കർഷകർക്ക് ചെയ്യുക, അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സർക്കാർ തല തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളാണ് മലയോര ജനതയെ ആശ്വസിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള നടപടികൾ. അതിനൊരു കൃത്യമായ രൂപമുണ്ടാക്കുകയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ഈ ഡാറ്റാബേസിലില്ലാത്ത കടുവയാണ് ഇതെന്ന് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയ്ക്കും ഒരു സമാന സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നമ്മൾ ഈ കർണാടക, തമിഴ്നാട്, കേരളം ഒരു സംയുക്ത ഒരു ശ്രമം നടത്തുകയും അതോടൊപ്പം ഈ പൊതുവിലുള്ള ഒരു പ്രശ്നം എന്ന രീതിയിൽ കാര്യമാണ് പറഞ്ഞത്. ഇന്റർ സ്റ്റേറ്റ് മിനിസ്റ്റീരിയൽ കൗൺസിലിൻ്റെ യോഗം വിളിച്ചു കൂട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കുള്ള സൗകര്യപ്രദമായ ഒരു തീയതി കിട്ടണമെന്നുള്ള ഒരു നടപടിക്രമങ്ങൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖാന്തരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ അത്തരമൊരു യോഗം കൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ തന്നെ ഇതാണ് ഒരു വ്യവസ്ഥ. ഒരു വന്യമൃഗത്തെ നശിപ്പിക്കാൻ, കൊല്ലാൻ അല്ലെങ്കിൽ വെടിവെക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ആ വന്യമൃഗം ആരുടേതാണ്, എവിടെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം നിലവിലുള്ള നിയമത്തിനനുസരിച്ച്. അതേസമയത്ത് ഇവിടെ കണ്ട ഈ കടുവ കർണാടകത്തിലെയോ തമിഴ്നാട്ടിലെയോ ഏത് കടുവയായാലും പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വന്നതല്ലേ. അപ്പോൾ അത് സാധിക്കില്ല. അപ്പോൾ അവർക്ക് വിവരം അറിയിക്കണം. ഇങ്ങനെ ഒരുപാട് സങ്കീർണതകൾ. അതിൽ സങ്കീർണതകൾ വളരെ ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ, പന്നിയെ വെടിവെക്കാൻ ഇപ്പോൾ നമ്മൾ പഞ്ചായത്തുകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിന് ആ നടപടി പ്രകാരം സ്വീകരിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മുൻകരുതൽ നടപടികളിൽ ഒന്നെന്തെന്നറിയോ? ഈ പന്നി ഗർഭിണിയാണോ അല്ലയോ എന്ന് പരിശോധിച്ച് ഗർഭിണിയല്ല എന്ന് ഉറപ്പുവരുത്തണം. എങ്ങനെയത് സാധിക്കുക? അപ്പോൾ അപ്രായോഗികമായ കുറേ നിയമങ്ങളുള്ളതിൻ്റെ നൂലാമാലകളിൽ പെട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു പ്രശ്നം. ഈ തമിഴ്നാട്, കർണാടക, കേരള ഒരു സംയുക്തമായിട്ട് ഈ നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് ചില യോഗങ്ങൾ ചേരുകയും ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായി നമ്മൾ ബന്ദിപ്പൂരിൽ കൂടിയ ഇന്റർ സ്റ്റേറ്റ് മിനിസ്റ്റീരിയൽ കൗൺസിൽ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും കേന്ദ്രമന്ത്രിയെ കാണാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നത്. നമുക്കത് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ അത്തരം ശ്രമങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം. നമ്മൾ അന്ന് പാസ്സാക്കിയ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ 4 അതിലൊന്ന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11(1)(a) വകുപ്പ് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും അടിയന്തര നടപടികൾക്കായി PCCFമാർക്ക് ഏൽപ്പിച്ചു നൽകുന്നതിന് വകുപ്പ് 5(2) ഉൾപ്പെടെ ഭേദഗതി ചെയ്യണം. രണ്ടാമത്തെ ആവശ്യം വകുപ്പ് 11(1)(a)യിലെ ക്ലിപ്ത നിബന്ധനകളുടെയും വിശദീകരണങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും വന്യജീവി നിയമത്തിന് കീഴിൽ പുറപ്പെടുവിച്ച ചട്ടങ്ങളും നടപടിക്രമങ്ങളും അഡ്വൈസറീസ് മാനദണ്ഡങ്ങളും ലഘൂകരിക്കണമെന്നും ആവശ്യമായ പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസ്തുത കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നത് തടയാൻ, ഇതാണ് പ്രധാനപ്പെട്ട, അവയുടെ പ്രചരണത്തിന് നിയന്ത്രണം കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കാനും ആവശ്യമായ വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട്. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചതായി പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? കേരളത്തിൽ നിന്നാണെങ്കിൽ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് UDF-നാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഉന്നയിച്ച് വല്ലപ്പോഴും ഒരു സബ്മിഷനോ ഒരു ചോദ്യമോ ഉന്നയിക്കുന്നില്ലാതെ ഇതൊരു പ്രധാന പ്രശ്നമായി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വനം വകുപ്പ് മന്ത്രിയെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും സമീപിച്ച് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു, അതിൽ ഇത്ര പുരോഗതിയുണ്ട് എന്ന് പറയാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കുറ്റം മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകാനുള്ള ശ്രമം നടത്തുന്നത് ഉചിതമല്ല. എന്നാൽ നമുക്ക് വേണ്ടതാണ് കേന്ദ്ര സംസ്ഥാനം എന്ന ഭേദഗതിയില്ല, വ്യത്യാസമില്ലാതെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയോടുകൂടി കൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ യോജിച്ച് മുന്നോട്ട് പോയി പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടതാണ്. ആ യോജിച്ച നിലപാടിൻ്റെ
സന്നദ്ധത കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞാൻ ഉന്നയിച്ചെങ്കിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത് ഈ അവരുടെ മലയോര ജാഥ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിർദ്ദേശങ്ങൾ ഫലപ്രദമായ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിക്കുമെന്നാണ്. ആ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആ നിർദ്ദേശങ്ങൾ കിട്ടിയാൽ ആ നിർദ്ദേശത്തിലെ പ്രായോഗികത ചർച്ച ചെയ്ത് അതുമായി മുന്നോട്ട് പോകുന്നതിന് അത്തരം ഏത് നിർദ്ദേശങ്ങളും സ്വീകരിച്ച് പ്രായോഗികമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു പ്രയാസമില്ല. ഈ നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും തുടർന്ന് പ്രിയങ്ക ഗാന്ധിയുടെയും ഒരു ഇടപെടൽ ഒരു ആശങ്കമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവരുടെ ഇടപെടൽ ഉണ്ടായില്ല എന്നല്ല പ്രശ്നം. നമുക്കിതുവരെയും പ്രതീക്ഷിക്കാൻ വക നൽകുന്ന ഒരു മാറ്റവും കേന്ദ്ര നിലപാടിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്തത് ഒന്നുകിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടുംപിടുത്തമാണോ എം പിമാരുടെ പരാജയമാണോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് നടക്കുന്ന ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച് പൊതുവിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതോടൊപ്പം ഈ പ്രത്യേകിച്ച് പഞ്ചാരക്കൊല്ലിയിലെ വിഷയം പ്രത്യേകമായി പരിഗണിച്ച് അവിടെ നടത്തേണ്ട അടിയന്തര നടപടികൾ സംബന്ധിച്ച് അന്തിമ തീരുമാനവും ഇന്നുണ്ടാകും. ഏതായാലും കടുവയെ പിടികൂടാനുള്ള സജീവമായ ശ്രമങ്ങൾ തുടരുകയാണ്. ആ വിധത്തിലുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനും മറ്റും വനവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നുണ്ട്. ഏതായാലും ഗൗരവമായി ഈ വിഷയത്തെ കണ്ട് ഉടനെ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. വയനാട്ടിൽ നിന്ന് മാനൂപ് കെ.